Abraham to present the welcome address. Right Reverend Dr. Malayal Sabu Koshi-Cherian, Bishop of Madhya Kerala Diocese, Church of South India, our distinguished chief guest, Shri P.B. Noor, IAS, and the guest of honor, Dr. Vinay Goyal, IAS, office bearers of the Medical Mission, head of the Department of Chaplaincy, principal, medical superintendent, members of teaching and non-teaching faculty, officers, members of staff, students, parents of graduates, well-wishers, and my dear graduates. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഈ പ്രത്യേക സന്ദർഭത്തെ ഓർത്ത് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും ഗ്രാജുവേറ്റ്സിൻ്റെയും മുഖത്ത് പ്രതിഫലിക്കുന്ന അഭിമാനവും ആഹ്ലാദവും ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 128 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ ആർതർ ഫെൽസ് എന്ന മിഷണറി പളുകൽ സഭയുടെ വെസ്ട്രിയിൽ തുടങ്ങിയ ചെറിയ തുടക്കം 3 വർഷം പിന്നിട്ടപ്പോൾ ആ ഡിസ്പെൻസറിയായി കാരക്കോണത്ത് തുടങ്ങുമ്പോൾ പ്ലേഗ്, മലേറിയ, കോളറ തുടങ്ങിയ മാരക രോഗങ്ങൾ കാരണം ആയിരക്കണക്കിന് ഭവനങ്ങൾ, മരിച്ചു ഒടുങ്ങിയ ഗ്രാമീണ ജനതയുടെ മോചനമായിരുന്നു ലക്ഷ്യം. കാലക്രമേണ ഈ ഡിസ്പെൻസറി ഏറ്റവും ക്ഷയിച്ച് അവസ്ഥകളിലായി. 1986 മുതൽ അതിനെ പുനർജീവിപ്പിച്ച് ഇന്നത്തെ അവസ്ഥയിലാക്കി കാരക്കോണം എന്ന മലയോര ഗ്രാമത്തിൽ വെറും 4.5 ഏക്കർ സ്ഥലവും 6 കിടക്കകളും ഉണ്ടായിരുന്ന ഡിസ്പെൻസറിയുടെ സ്ഥാനത്ത് ഇന്ന് 48 ഏക്കർ വിസ്തൃതിയുള്ള ക്യാമ്പസും 12 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടങ്ങളും ഉൾപ്പെടെ ദക്ഷിണേന്ത്യ സഭയുടെ ഏക മെഡിക്കൽ കോളേജ് ഒരു സ്വപ്ന സാക്ഷാത്കാരമായി നിലനിൽക്കുന്നു. ഇതിനു പിന്നിലെ കഠിനാധ്വാനവും അശ്രാന്ത പരിശ്രമവും വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതല്ല. 2002 ജൂൺ മാസം 20-ാം തീയതി മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് കേന്ദ്ര സർക്കാർ നിന്ന് ലഭിച്ച ശേഷം അന്ന് മുതൽ ഇന്ന് വരെയും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഏറെ വെല്ലുവിളികളെ അതിജീവിച്ച് രക്തം വിയർപ്പാക്കി അഭിവന്യ തിരുമേനിമാരുടെ നേതൃത്വത്തിൽ സഭാ നേതൃത്വം അക്കാലങ്ങളിൽ രാപ്പകലില്ലാതെ കഠിനാധ്വാനവും ത്യാഗവും സഹിച്ച് പ്രയത്നിച്ചവരെ